ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമ്മൾ വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ തിരുനാൾ മാർച്ച് 19 ആഘോഷിക്കുകയാണ്. അതിന് ഒരുക്കമായി ഇന്നു മുതൽ രക്ഷകന്റെ പാലകനോട് ചേർന്ന് എന്ന ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ 9 ദിവസം വിശുദ്ധ യൗസേപ്പിതാവിനെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയും വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഈ ദിവസങ്ങളിൽ യൗസേപ്പിതാവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന സുഹൃതങ്ങളും നന്മകളും ധ്യാനിച്ച് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ കർത്താവിൻ്റെ കാരുണ്യത്തിനായി സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. ഈ ദിനങ്ങൾ അനുഗ്രഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ദിനങ്ങളാകട്ടെ. ആത്മീയ ജീവിതം കരുത്തുള്ളതാക്കി തീർക്കുവാൻ, കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ, തമ്പുരാൻ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും കൃപകൾ വർഷിക്കുവാൻ ഈ ദിനങ്ങൾ നമ്മളെ സഹായിക്കട്ടെ. എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് സ്നേഹപൂർവ്വം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുക. ഈ ശുശ്രൂഷയിൽ നിങ്ങളും പങ്കാളികളായിക്കൊണ്ട് ഈ വീഡിയോ അനേകരിലേക്ക് എത്തുവാൻ, ഷെയർ ചെയ്യുവാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷമായിരിക്കും. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ദൈവവചനം ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 55 തിരുവചനമാണ്. ഈജിപ്തിലെല്ലാം ക്ഷാമമായപ്പോൾ ജനങ്ങൾ ഫറവോയുടെ അടുക്കൽ ആഹാരത്തിന് അപേക്ഷിച്ചു. അവൻ ഈജിപ്തുകാരോട് പറഞ്ഞു, ജോസഫിന്റെ അടുത്തേക്ക് ചൊല്ലുക, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക. സ്നേഹമുള്ളവരെ, ഇന്ന് എല്ലാ മേഖലകളിലും ഒത്തിരിയേറെ പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഈ ദിനങ്ങളിലെല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വാർത്തകൾ ഒരിക്കലും നമ്മൾ ആരും കാണാനും കേൾക്കാനും ഇഷ്ടപ്പെടാത്ത, ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ്. നമ്മുടെ മക്കളെക്കുറിച്ചും കുടുംബങ്ങളെക്കുറിച്ചുമൊക്കെയുള്ള വലിയ വലിയ ആകുലതകൾ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ശ്രമിച്ച ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ അടുത്തേക്ക് ചൊല്ലുവിന്. വിശുദ്ധ യൗസേപ്പിതാവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ കാലഘട്ടത്തെ വീണ്ടെടുക്കുവാനായിട്ട് നമുക്ക് കഴിയും. 1870 9 പിയൂസ് മാർപ്പാപ്പ യൗസേപ്പിതാവിനെ ആഗോള സഭയുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചത്. യൗസേപ്പിതാവിനെ നമ്മൾ നമ്മുടെ ആത്മീയ പിതാവായി സ്വീകരിക്കുമ്പോൾ തൻ്റെ പുണ്യങ്ങളുടെ യോഗ്യതകളാൽ നമ്മളെ കർത്താവിലേക്ക് നയിച്ച് കൃപകൾ നമുക്കായി വാങ്ങിത്തരുമെന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ശുശ്രൂഷ നടത്തുമ്പോൾ പ്രധാനപ്പെട്ട നിയോഗം ഇതാണ്. ഒന്നാമതായി, തിരുക്കുടുംബത്തിൻ്റെ പാലകനായ വിശുദ്ധ യൗസേപ്പിതാവെ ഞങ്ങളുടെ കുടുംബങ്ങളെയും സംരക്ഷിക്കണമേ എന്ന പ്രാർത്ഥന. കുടുംബങ്ങൾ ഒത്തിരിയേറെ വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രത്യേകം ഈ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. രണ്ടാമതായി, തിരുസഭയെ സംരക്ഷിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ എന്ന് തിരുസഭയുടെ കാവൽക്കാരനായ വിശുദ്ധ യൗസേപ്പിതാവ് വഴി നമുക്ക് പ്രാർത്ഥിക്കാം. മൂന്നാമതായി, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിപരമായ ഒരു പ്രാർത്ഥനാ നിയോഗം, അത് യൗസേപ്പിതാവ് വഴി ദൈവത്തിരുസന്നിധിയെ സമർപ്പിച്ച് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇതിൻ്റെ ഭാഗമായി നമ്മളും ആത്മീയമായി ഒരുങ്ങി നമ്മുടെ കുടുംബങ്ങളെ ഒരുക്കി സാധിക്കുന്നവരെല്ലാം ഇടവക ദേവാലയത്തിലെയും നോമ്പുകാലത്ത് വിശുദ്ധ ബലിയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, നമുക്ക് യൗസേപ്പിതാവിന് മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, കുടുംബ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കണമേ, വ്യക്തിബന്ധങ്ങളെ വിശുദ്ധീകരിക്കണമേ, ജീവിത സാഹചര്യങ്ങളെ അനുഗ്രഹിക്കണമേ, തിരുസഭയെ അനുഗ്രഹിക്കണമേ, അധ്വാന മേഖലകളെ, സാമ്പത്തിക സ്രോതസ്സുകളെ, രോഗികളെ, മക്കളില്ലാത്തവരെ, ദമ്പതികളെ, വിവാഹ തടസ്സങ്ങൾ ഉള്ളവരെ, വിവിധ പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെ, ഇപ്രകാരമുള്ള നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. വിശുദ്ധ യൗസേപ്പിതാവ് കാലത്തിന് മറക്കാനാവാത്ത വിശുദ്ധ കർമ്മങ്ങളുടെ
യേശുപിതാവിന്റെ ജീവിതം ഒഴുകുന്ന പുഴ പോലെ ശാന്തമാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ വളർത്തുപിതാവായ യേശുപിതാവിന്റെ പ്രത്യേക മാധ്യസ്ഥം വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മകൾ ചെയ്യുവാൻ, വിശ്വാസം മുറുകെ പിടിക്കാൻ, ദൈവത്തിൽ നിന്നും ഒരിക്കലും അകലാതിരിക്കുവാൻ, പ്രാർത്ഥന കൈവിടാതിരിക്കുവാൻ, കുടുംബത്തോട് ചേർന്ന് നിൽക്കുവാൻ, മാതാപിതാക്കളെ സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനും, നന്മകൾ ചെയ്യുവാൻ, മൂല്യങ്ങളെ മുറുകെ പിടിക്കാൻ, ദൈവത്തിൽ ആശ്രയിക്കുവാൻ, പരാജയങ്ങളിൽ തളരാതിരിക്കുവാൻ, ദുഃഖങ്ങളിലും സഹനങ്ങളിലും പ്രത്യാശയോടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ശക്തിപ്പെടുത്തണമേ. നല്ല ദൈവം കൂടെ ഉണ്ടാകട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. സുകൃത സുമംഗളാം മേരി ചേർത്തവൻ അരുമയാം പൈതലിനെ നെഞ്ചോടണച്ചവൻ